ആകെ ഒരു മണ്ഡലം പ്രസിഡന്റ് വർത്തമാനം പറഞ്ഞതാണ്, മറ്റേ ആണെങ്കിൽ ഇവിടെ കൂട്ടി അടി നടക്കുന്ന കാലമാണ്. ഒരു മണ്ഡലം പ്രസിഡന്റ് പരാതി തന്നേച്ച് പോയതാണ്. ഞാൻ ഇപ്പം നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സീറ്റ് കിട്ടാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നതൊക്കെ സ്വാഭാവികം. എല്ലാ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും ഒരു മുന്നണിയെയോ പാർട്ടിയോ ബാധിക്കില്ല. ഒരാളിവിടെ വന്നിട്ട് നിവേദനം തന്നിച്ച് പോയി എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അതും വലിയ ഗൗരവത്തിലാണ്. തീർച്ചയായിട്ടും സർപ്രൈസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉടനെ പറയേണ്ടെന്ന് വെച്ചിട്ടാണ്. അത് ഞങ്ങളുടെ സ്ട്രാറ്റജിയാണ്. നിങ്ങൾ കൂട്ടിക്കോ, അത് വേണ്ട. സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല, അതെല്ലാം നിങ്ങൾ കാത്തിരിക്കുക. ബാക്കിയുള്ള 27 സീറ്റുകളുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പരിണതപ്രജരായ നമ്മുടെ പാർലമെൻറ്റ് അംഗം MK രാഘവനും മറ്റ് സീനിയർ ലീഡേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. DCC പ്രസിഡന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതെല്ലാം വളരെ ഭംഗിയായി പ്രയാസങ്ങളില്ലാതെ തീർത്തുകൊണ്ട് പോവുകയാണ്. ചാനലുകൾ ഇപ്പോൾ ആരുടെ എല്ലാം പേര് പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നു, ഞാൻ ആർക്ക് വേണ്ടിയോ പറയുന്നു, KC വേണുപോലെ ആർക്ക് വേണ്ടിയോ പറയുന്നു, തമ്മിൽ തർക്കം. അങ്ങനെ യാതൊരു തർക്കം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് പ്രവർത്തകരിൽ ഈ ആവേശം. ഒരു രാഷ്ട്രീയ മാറ്റം കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാകണം. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. ആ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തകർ നിൽക്കുന്നു. അതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ വളരെ രമ്യമായി പരിഹരിച്ചു. കോൺഗ്രസിൻ്റെ 22 സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഇനി ഞങ്ങൾ KPC മീറ്റിംഗ് കഴിഞ്ഞാൽ ബാക്കി 27 കൂടെ പ്രഖ്യാപിക്കും. ഞാൻ എത്രയോ ഘടകകക്ഷികൾക്ക് ഇടതുപക്ഷ സീറ്റ് കൊടുക്കുന്നുണ്ട്. ഒരാൾ പോലും കൂടി മറിഞ്ഞു വീണാൽ സോഡ വാങ്ങിച്ചു കൊടുക്കാൻ ആളില്ലാത്ത ആളുകൾക്ക് MLAയും മന്ത്രിമാരും ഒക്കെ ആക്കുന്ന മുന്നണികൾ നമ്മുടെ സംസ്ഥാനത്തില്ലേ. അപ്പോൾ ഘടകകക്ഷികൾക്ക് നമ്മൾ സീറ്റുകൾ കൊടുക്കേണ്ടി വരില്ലേ? അതും തെറ്റൊന്നുമില്ല. ആ പ്രവർത്തകരെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അല്ല, അതൊക്കെ ഇവിടുത്തെ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞാനങ്ങനെ ഇടപെടാറില്ല. ഞങ്ങൾ പൊതുവായ കാര്യങ്ങൾ ഇതിലുള്ള നിരീക്ഷണമാണ് എനിക്കുള്ളത്. മറ്റേത് DCC മറ്റുള്ള ആളുകൾ നേതാക്കൾ കൂടിയിരുന്ന് ആലോചിക്കും. ചാലപ്പുറം പോലൊരു പ്രദേശത്ത് എന്താണ് വേണ്ടത് എന്നുള്ളത് അവരാലോചിച്ച് തീരുമാനിക്കും. ഇല്ല, അല്ല, ഇതുവരെ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഇതുവരെ കോഴിക്കോട് അങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല. അങ്ങനെ ധാരണ ഉണ്ടായതിനെ പറ്റി ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ജെഫ്രി തങ്ങളുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി. അത് സൗഹൃദ സംഭാഷണമാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ പിന്നെ കുടുംബവിശേഷം മാത്രമല്ലല്ലോ. തീർച്ചയായിട്ടും UDFനെ വിജയിപ്പിക്കാനും പിന്തുണ നേടാനും ഒക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഒരു തർക്കമില്ല. ലീഗും സംസ്ഥയും തമ്മിലൊന്നും ഒരു തർക്കമില്ല. അത് വെറുതെ നിങ്ങളുണ്ടാക്കുന്നതാണ്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ട, അവരും ഒറ്റക്കെട്ട. ആ കാര്യങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് നാളെ മാധ്യമങ്ങളോട് പറയും. അത് തുടർച്ചയായിട്ട് പാർട്ടി പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ലേഖനങ്ങളൊക്കെ വരികയാണ്. പ്രത്യേകിച്ച് LK അദ്വാനിയെ വല്ലാതെ പ്രശംസിക്കുന്നു. അതേസമയം തന്നെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ലല്ലോ, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ഒരു ചിന്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും പാർട്ടിയുടെ അഭിപ്രായങ്ങളല്ല. ശ്രീ ശശി തരൂർ എന്നും ഒരു സ്വതന്ത്രമായി എഴുതുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനങ്ങനെ കണ്ടാൽ മതി, അല്ലാണ്ട് വേറെ അതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട കാര്യമൊന്നും. കേരളം മുഴുവൻ ഉണ്ടാവും. വേറൊന്നുമില്ല.
ഇനി 12-ന് ശേഷമല്ലേ? ആ 12-ാം തീയതിക്ക് ശേഷമാണ്. ഇപ്പം നാളെ, ഇന്നിപ്പോൾ 11 അല്ലേ, ഇന്ന് 10, നാളെ 11, 2 ദിവസത്തിനുള്ളിൽ അതിവേഗം